കുവൈറ്റിലെ US എംബസിക്ക് സമീപവും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് അൽ അഹമ്മദി റിഫൈനറിയിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ബഹ്റൈനിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ കപ്പലിന് തീപിടിച്ചു. ഒരാൾ മരിച്ചു. ബഹ്റൈനിലും ദുബൈയിലും അബുദാബിയിലും ഇറാൻ മിസൈലുകൾ എത്തിയിട്ടുണ്ട്. ദോഹയിൽ തുടർച്ചയായ സ്ഫോടനം നടക്കുകയാണ്. ദോഹയിലും സ്ഫോടന ശബ്ദം കേട്ടു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, ബഹ്റൈനിൽ നിന്ന് ഷഫി ഷാജഹാൻ, കുവൈറ്റിൽ നിന്ന് സലീം കോട്ടയിൽ എന്നിവർ ചേരും. അബ്ബാസിലേക്ക്. അബ്ബാസ്, നോക്കൂ, ദോഹയിൽ പോയ മണിക്കൂറുകളിൽ എത്രത്തോളം മിസൈലുകളും ഡ്രോണുകളുടെയും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി? അതൊക്കെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞോ? ദിവ്യ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ദോഹയിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 2 മണിക്കൂർ മുമ്പാണ് ഈ ഒരു സ്ഫോടന ശബ്ദം കേട്ടത്. ഒരു ഡസനോളം സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. ഇത് ദോഹ ഒരു ചെറിയ സ്ഥലമാണ്. പലയിടത്തും ഇതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ദോഹയിലെ അൽ-ഉദൈദ് എയർബേസ് ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ്. ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഖത്തർ എയർ ഡിഫൻസ് നടത്തുന്ന പ്രതിരോധ വേദ മിസൈലുകൾ തട്ടിയിട്ടുള്ള സ്ഫോടന ശബ്ദമാണ് താഴെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെസിഡൻഷ്യൽ ഏരിയകളോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്കോ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല അവിടങ്ങളിലൊന്നും നാശനഷ്ടങ്ങളോ അത്തരം സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സംഗതി, ഈ ഇൻ്റർസെപ്ഷൻ നടക്കുന്ന സമയത്ത് വളരെ വലിയ ശബ്ദം ഉണ്ടാകും. ആ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് പാനിക്കാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് അൽ-ഉദൈദിലേക്ക് പോകുന്ന അൽ-ഉദൈദ് വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് മാത്രം നടക്കുന്ന അറ്റാക്കുകളാണ് നിലവിൽ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതായിട്ട്, ഇത് മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പതിക്കാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാറുമുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും ഇവിടുത്തെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ ഇത്തരം അവശിഷ്ടങ്ങൾ ഉള്ള സ്ഥലത്തേക്ക്, മിസൈലിൻ്റെ ഭാഗങ്ങൾ വീണ സ്ഥലത്തേക്ക് പോകരുത്, അവിടെ കൂട്ടം കൂടി നിൽക്കരുത്, അത് ഫിലിം ചെയ്ത് അതിനെ പകർത്തരുത്, അത് പകർത്തുകയോ സർക്കുലേറ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്തരം സർക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾ നിയമ നടപടി നേരിടേണ്ടി വരും എന്നുകൂടി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇത്തരം കൂട്ടം കൂടിയ ചില വിഷ്വലുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഇടത്തേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശമുള്ളത്. എത്ര ആക്രമണങ്ങളാണ് അല്ലെങ്കിൽ എത്ര സ്ഫോടന ശബ്ദങ്ങളാണ് ഇന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഇക്കാര്യത്തിൽ ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായിട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ എക്സ്പ്ലോഷനെ കുറിച്ചിട്ടുള്ള, ഈ സ്ഫോടന ശബ്ദത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയുള്ള ആളുകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് നേരത്തെ കാലയളവിന് ശേഷമാണ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഖത്തറിൽ ഇത്തരം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഇതോടുകൂടി തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള അധികൃതരുടെ ആവശ്യപ്പെടൽ കൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതി നമ്മൾ സ്റ്റേ ഇൻഡോർ എന്നുള്ളതാണ്. അകത്ത് തന്നെ താമസിക്കുക, പുറത്തേക്ക് ഇറങ്ങരുത്. അവശ്യഘട്ടങ്ങളിലല്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പുറത്തു പോകാവൂ. അല്ലാത്ത സമയത്ത് മുഴുവൻ അത് ഈ അകത്ത് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ജനലൊക്കെയുള്ള ഇങ്ങനെ ചില്ലുപാളികൾ കടത്ത് ജനൽ പോലെയുള്ള സ്ഥലത്ത് നിൽക്കരുത്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ ഈ ചില്ലുപാളികൾ തകർന്ന് മുറിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുൻകരുതൽ കണ്ടാണ് ഈ വിൻഡോകൾക്കടുത്ത് നിൽക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ്. ഏതായാലും ഇവിടുത്തെ ആളുകളുടെ സാധാരണ ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല.